മധ്യപ്രദേശിലെ മൗഗ്ലി ലാൻഡ് എന്നറിയപ്പെടുന്ന പെഞ്ച് നാഷണൽ പാർക്കിലേക്കാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര. അധികം വീഡിയോസിലൊന്നും കാണാത്ത കുറുനരികളെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റി. കുറുനരികളെ മാത്രമല്ല കേട്ടാ, കടുവേനെയും പുള്ളിപ്പുലിനെയും കാട്ടുപോത്തിനെയും എല്ലാവരും നമ്മൾ ഈ ഫോറസ്റ്റിൽ വെച്ച് കണ്ടിരുന്നു. ഇതുവരെ ആരും കാണാത്ത ഒരു വെറൈറ്റി പക്ഷീനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ, വീഡിയോ തുടങ്ങല്ലേ? ജംഗിൾ ബുക്ക് സിനിമ കണ്ടവരായിരിക്കും നമ്മൾ മിക്ക ആൾക്കാരും. അറ്റ്ലീസ്റ്റ് ബാലരമയിലെങ്കിലും ജംഗിൾ ബുക്കിനെ കുറിച്ച് നമ്മൾ എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ജംഗിൾ ബുക്ക് കഥ എഴുതാനായിട്ട് ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് ആണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ? നമ്മുടെ ഇത്തവണത്തെ യാത്ര ആ ഫോറസ്റ്റിലേക്ക് തന്നെയാണ്. ദ മൗഗ്ലി ലാൻഡ് എന്നറിയപ്പെടുന്ന പെഞ്ച് ടൈഗർ റിസർവ്. അങ്ങനെ കാടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ നമ്മുടെ വണ്ടിയുടെ നേരെ മുന്നിലോട്ടങ്ങ് ഓടി വന്നു. ദൂരേന്ന് കണ്ടപ്പോൾ ഇവനൊരു കുറുക്കനാണോ അതോ ചെന്നായിയാണോ അതോ കുറുനരിയാണോ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും ക്ലോസപ്പിൽ കണ്ടപ്പോഴാണ് നമുക്ക് ഇവനൊരു കുറുനരിയാന്ന് മനസ്സിലായത്. ഇംഗ്ലീഷിൽ ഇവരെ ഗോൾഡൻ ജാക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോ കാണുന്ന ഒരു കുട്ടി കുറുനരിയാണ് കേട്ടോ. നേരത്തെ കണ്ടത് മിക്കതും അതിന്റെ അമ്മയായിരിക്കണം. കടുവകളോ പുലികളൊക്കെ പിടിച്ചതിന്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളാണ് ഇവർ കൂടുതലും കഴിക്കാറ്. നമ്മുടെ നാട്ടിലേക്ക് കുറുനരികളുണ്ട്. നാട്ടിൻപുറങ്ങളിലൊക്കെ മിക്കപ്പോഴും അതിനെ കാണാൻ പറ്റും. രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓരിടുന്ന സൗണ്ട് കേൾക്കാറില്ലേ? നമ്മളപ്പോ അത് കുറുക്കന്റെ സൗണ്ടാന്നാണ് പറയാറ്. എന്നാൽ ശരിക്കും ഇത് കുറുനരികളുടെ സൗണ്ടാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കുറുനരി വരുന്ന കണ്ടിട്ട് ഈ മാനകളെല്ലാം പേടിച്ച് നിൽക്കണ കാഴ്ച കണ്ടു. ഒരുപക്ഷെ ചെറിയ മാൻകുട്ടികളൊക്കെ ഈ കുറുനരികളെ ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാനുകളിൽ നിന്ന് അവർ ഒരിക്കലും ഒറ്റയ്ക്ക് വന്നിട്ട് ആക്രമിക്കാറില്ല. മിക്കപ്പോഴും കൂട്ടായിട്ട് വന്നാണ് ആക്രമിക്കാറ്. ജംഗിൾ ബുക്ക് സ്റ്റോറിയിലുള്ള എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട്. കരിമ്പുലിയും കരടിയും കടുവയും ചെന്നായിയും അതുപോലെ തന്നെ പൈത്തണും എല്ലാം ഈ ഫോറസ്റ്റിലുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കരിമ്പുലികളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലൊക്കെ കരിമ്പുലികളുള്ള ഫോറസ്റ്റുകൾ ഭയങ്കര റയറാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കരിമ്പുലികളുടെ ഫോട്ടോ എടുത്തത് ഈ പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നാണ്. ഈ ഫോറസ്റ്റിലൂടെ പെഞ്ച് റിവർ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടൈഗർ റിസർവിന് പെഞ്ച് ടൈഗർ റിസർവ് എന്ന പേര് വന്നത്. വേനൽക്കാലങ്ങളിലും വറ്റാതൊഴുകുന്ന ഈ പെഞ്ച് റിവറാണ് ഇത്രയധികം ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിച്ചു പോകുന്നത്. മധ്യപ്രദേശിലെ എല്ലാ കാടുകളിലും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്രിമ കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെഞ്ച് റിവറിനോട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ കൂടി വേനൽക്കാലങ്ങളിൽ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. മഹാരാഷ്ട്ര മധ്യപ്രദേശ് സംസ്ഥാനങ്ങളുടെ ബോർഡറിലായിട്ടാണ് ഈ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് ടൂറിസം ഗൈഡ്സ് മധ്യപ്രദേശിലും ബാക്കിയുള്ളത് മഹാരാഷ്ട്രയിലാണുള്ളത്. ആകെ മൊത്തം 1179 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഫോറസ്റ്റിന്റെ വിസ്തീർണം. അതിൽ 411 സ്ക്വയർ കിലോമീറ്റർ കോർ സോണും ബാക്കിയുള്ളത് ബഫർ സോണുമാണ്. മൗഗ്ലിയുടെ ജന്മസ്ഥലം ആയതുകൊണ്ട് തന്നെ പെഞ്ച് മൗഗ്ലി സാഞ്ചുറി എന്നും ഈ ടൈഗർ റിസർവിന് ഒരു പേരുണ്ട്. കുറച്ചുകൂടി പോയിപ്പോ ഒരു പാറയുടെ മുകളിലായിട്ട് പുള്ളിപ്പുലി ഇരുന്ന് വിശ്രമിക്കുന്നത് കണ്ടു. നമ്മുടെ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ പുള്ളിപ്പുലി ഉണ്ടായിരുന്നത്. പുള്ളിപ്പുലികൾക്കൊക്കെ അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പെഞ്ചിലുള്ളത്. ചെറുത് വലുതുമായ ധാരാളം പാറക്കുന്നുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ജംഗിൾ ബുക്ക് സിനിമ കണ്ട എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഈ മൗഗ്ലിയും ചെന്നായ്കളൊക്കെ താമസിച്ചിരുന്നത് ഇതുപോലത്തെ പാറക്കുന്നുകൾ തന്നെയായിരുന്നു. എന്തായാലും ഈ പുള്ളിപ്പുലിയുടെ കുറച്ച് ക്ലോസപ്പ് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റി. ഈ പുള്ളിപ്പുലി നമ്മൾ തമ്മിൽ വെറും 10 മീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലോസപ്പ് വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്ര അധികം നേരമൊക്കെ നിർത്തി നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. പൊതുവെ എല്ലാ ഫോറസ്റ്റുകളിലും ഈ റൂൾസ് എല്ലാം ഏകദേശം ഒരേപോലെയാണ്. എന്നാലും കോർ സോണിൽ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് കൂടുതലുണ്ടാവും. എന്നാൽ റൂൾസ് എല്ലാം എല്ലായിടത്തും പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമാണ്. എന്തായാലും ഞങ്ങൾ പോയ 2 ദിവസവും എവിടെ സൈറ്റിംഗ് കിട്ടിയാലും അവിടെ എല്ലാം ഫോറസ്റ്റുകാരുടെ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് എണീറ്റ് നിൽക്കാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ കുരങ്ങനെ എന്താ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മിക്കത് എന്തെങ്കിലും കുറുമ്പ് കാണിച്ചതിന് കുട്ടി കുരങ്ങനെ ഉപദ്രവിക്കണാവാനാണ് സാധ്യത.
പെഞ്ച് ടൈഗർ റിസർവിൽ ഏറ്റവും ഫേമസ് ആയ ഒരു ഗേറ്റ് ആണ് തുറിയ ഗേറ്റ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് സഫാരിയിൽ എടുത്തിരിക്കുന്നത്. മലയാളികൾ ഈ പേര് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണുണ്ടോ? കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അർത്ഥം കോമഡിയായി മാറുണ്ടോ. നമ്മൾ കേരളത്തിന്റെ പുറത്ത് ഏത് ഫോറസ്റ്റിൽ സഫാരി പോകണമെങ്കിലും ഇഷ്ടംപോലെ പുള്ളിമാനങ്ങളെയും മ്ലാവുകളെയും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. എന്നാൽ പെരിയാർ ടൈഗർ റിസർവിൽ പോവുകയാണെങ്കിൽ പുള്ളിമാനങ്ങളെ കാണാറേ ഇല്ല. എന്നാൽ ഇഷ്ടംപോലെ മ്ലാവുകളുണ്ട് അവിടെ. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? മ്ലാവുകൾക്ക് പൊതുവെ ഏതൊരു ടൈപ്പ് കാടുകളിലും തീറ്റ തേടി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിപ്പോ നിത്യഹരിത വനങ്ങളിലായാലും ഇലപൊഴി വനങ്ങളിലായാലും ഇഷ്ടംപോലെ മ്ലാവുകൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. എന്നാൽ നിത്യഹരിത വനങ്ങൾ കൂടുതലുള്ള പെരിയാറ് പോലെയുള്ള ഫോറസ്റ്റുകളിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ള അത്ര കപ്പാസിറ്റി നമ്മുടെ പുള്ളിമാനുകൾക്കില്ല. ഞങ്ങൾ വന്നത് ഒരു വേനൽക്കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. 40 മുതൽ 45 ഡിഗ്രി വരെയൊക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. എന്നാലും ഇവിടെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പോലെ അങ്ങനെ വേർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് കിട്ടിയൊരു ടൈഗർ സെറ്റിംഗ് ആണ് ഇത്. ഏറ്റവും ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ടൈഗർ പോണെന്ന് നമുക്ക് കാണാൻ പറ്റും. വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയും ഇവിടുത്തെ ഫോറസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. കടുവയോ പുലിയൊക്കെ കഴിച്ചതിന് ശേഷം ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവശിഷ്ടങ്ങളാണ് മിക്കവാറും ഈ കാട്ടിലുള്ള കുറുനരികൾ ആഹാരാക്കാറുള്ളത്. ഇത് കണ്ടിട്ട് ഒരു സാമ്പാടീറിന്റെ പഴകിയ ഒരു അവശിഷ്ടമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ബാന്ധവർ വീഡിയോയില് കടുവ പിടിച്ചൊരു മാനിന്റെ ഫ്രഷ് ഇറച്ചി അടിച്ചു മാറ്റി കൊണ്ടുപോണ കുറുനരിനെ നമ്മൾ കണ്ടിരുന്നു. കാട്ടിലെ പ്രധാനപ്പെട്ട മോഷ്ടാക്കളാണ് കേട്ടോ ഈ കുറുനരികള്. ഇവര് മാത്രമല്ല, ഹൈനകളും മത്സറുകളും കാക്കകളും വരെ ഈ ലിസ്റ്റിൽ പെടും. 2024 മെയ് മാസത്തിലാണ് നമ്മൾ ഈ സഫാരി ചെയ്തത്. ഈ ഒരു ട്രിപ്പിന്റെ കൂടെ തന്നെ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഫോറസ്റ്റിലായ ബാന്ധഗറും പന്നിയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് കേട്ടോ. പന ടൈഗർ റിസർവിലെ നൈറ്റ് സഫാരിയിൽ വെച്ച് നമുക്ക് കുറുക്കന്റെ ഒക്കെ കാഴ്ചകൾ കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ താല്പര്യമുള്ളവർക്ക് ഒന്ന് കയറി നോക്കാണ്ടോ. ഇന്ത്യയിലെ കടുവകളുടെ എണ്ണത്തില് 1ാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. ഇവിടെ ആകെ മൊത്തം 7 ടൈഗർ റിസർവാണ് ഉള്ളത്. ഒരൊറ്റ ട്രിപ്പിൽ തന്നെ കുറെ ടൈഗർ റിസർവുകൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് സ്റ്റേറ്റ് നല്ലൊരു ഓപ്ഷനാണ്. കാന ടൈഗർ റിസർവും പെഞ്ചും പന്നയും ബാന്ധഗറും എല്ലാം ടൈഗർ സെറ്റിംഗ്സിന് പേര് കേട്ട ഫോറസ്റ്റുകൾ തന്നെയാണ്. ഈ ഉണങ്ങിയ മരങ്ങളുടെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ മരംകൊത്തികൾ എപ്പോഴും ഇങ്ങനെ മരത്തിൽ കൊത്തിക്കൊണ്ടിരിക്കണേ. അതിന് മാത്രമല്ല, കൂടുണ്ടാക്കാനും അവർ ഇത് തന്നെയാണ് ചെയ്യാറ്. ചില സമയത്ത് ഈ മരംകൊത്തികള് കൊക്കൊണ്ട് മരത്തുമ്പോൾ തട്ടിയിട്ട് ഒരു ചെണ്ട കൊട്ടണ പോലത്തെ സൗണ്ട് ഉണ്ടാക്കും. അത് മിക്കപ്പോഴും ഇണയനെ ആകർഷിക്കാനോ അതുപോലെ തന്നെ ശത്രുക്കൾക്ക് വാണി കൊടുക്കാനൊക്കെ ആയിട്ടാണ് അവർ ഉപയോഗിക്കാറ്. ഇനി നമുക്ക് കുറച്ച് കാടിന്റെ നാച്ചുറൽ സൗണ്ട് കേട്ടാലോ.
ഈ നാച്ചുറൽ സൗണ്ടും അതുപോലെ തന്നെ പീകോക്കിന്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ. നമ്മുടെ പുറകെ കാണുന്നത് പെഞ്ച് റിവറാണ്. വേനൽക്കാലമായിട്ട് കൂടി അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ. ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്. നമ്മൾ അധികാരം കാണാത്ത ഒരു ടൈപ്പ് ഈഗിളാണ് കേട്ടോ ഇത്. ഓണലീസ് ഈഗിൾ എന്നാണ് ഇതിന്റെ പേര്. മറ്റു പക്ഷികളെ ഹണ്ട് ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേക കഴിവാണ്. അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള കൂട്ടരാണ് ഇവര്. നാട്ടുവേഴാമ്പല് ഏതോ നെസ്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ടുപോകുന്ന തിരക്കിലാണ്. ഇവിടെ 2 ടൈപ്പ് ജീപ്പ് സഫാരി ഉണ്ട്. ഒന്ന് ജിപ്സിയും മറ്റേത് ഫോഴ്സിന്റെ ട്രാക്സ് ക്രൂസർ എന്ന് പറഞ്ഞൊരു വണ്ടിയും. ഫോഴ്സിന്റെ വണ്ടിയിൽ കുറച്ച് അധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ ആ വണ്ടിയിൽ പോയിട്ടില്ല കേട്ടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ജിപ്സി തന്നെയായിരിക്കും അതിനേക്കാൾ നല്ലത്. കുറച്ച് സ്ഥലപരിമിതി ഉള്ള കാര്യം ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ നല്ല അടിപൊളി കംഫർട്ടാണ്, പ്രത്യേകിച്ച് പൊട്ട റോട്ടിക്കൂടൊക്കെ. നമ്മുടെ നാട്ടില് കാണുന്ന പോലെ കാട്ടുപോത്തുകളിൽ അത്ര വലിയ കൂട്ടങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല കേട്ടാ. നമ്മൾ ആകെ മൊത്തം 4 സഫാരി എടുത്തതിൽ ഒരു സഫാരിയിലാണ് കാട്ടുപോത്തുകളുടെ സൈറ്റിംഗ് കിട്ടിയത്. ഇവിടുത്തെ ഫോറസ്റ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ കളകളും കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനുകൾക്കും കാട്ടുപോത്തുകൾക്കൊക്കെ സുഖമായിട്ട് പുല്ല് നിന്ന് നടക്കാം. പെഞ്ച് ടൈഗർ റിസർവിന്റെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ പുതിയൊരു കാടിന്റെ കുറച്ച് അടിപൊളി വിഷ്വൽസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.